ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മൾ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം മീൻകുളം അമ്പലത്തിലാണ്. അപ്പം മീൻകുളം അമ്പലത്തിൽ വന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഉള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ, ഇഷ്ടമാവുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ ഒന്ന് വയ്യെ കാണാം കേട്ടോ. അപ്പോൾ മക്കൾസെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. പശുക്കളുണ്ട്, അപ്പോൾ പശുക്കളെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം മീൻകുളം അമ്പലം കേട്ടോ. മീൻകുളം അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അമ്മായി പറയുമായിരുന്നു, മീൻകുളം അമ്പലത്തിലേക്ക് പോകാൻ വിചാരിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ ഭഗവാൻ ആടെ എങ്ങനെയായാലും എത്തിക്കും എന്ന രീതിയിൽ പറയും. അപ്പം നമ്മുടെ ഇവിടെയില്ലേ ഭഗവാൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. ഇപ്പം അമ്പലം പുതുക്കിപ്പണിത് നല്ല മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട്. നല്ല മക്കൾക്കൊക്കെ കളിക്കാനുള്ള രീതിയിൽ നല്ല സെറ്റപ്പാണ്. ഇപ്പം കണ്ടില്ലേ, മഞ്ചാടിയും കൊണ്ട് അവർ ഇങ്ങനെ കളിക്കുവാണ്. നടയൊക്കെ അടച്ചു. എത്രയാ വലുതിന്? എത്രയാണ് വലുതിന്? 80 രൂപ. ചെറുതോ? ഇത് 40 രൂപ. അതല്ലേ. മിനിച്ച വീണിട്ടുണ്ടെങ്കിലല്ല, ഇപ്പോൾ ഒരു വീഴ്ച വീണ് അയച്ചതേ ഉള്ളൂ. വീണു പോ, വീണു പോ. പോറാ പൊന്നോ. അച്ചാച്ചന്റെ അനിയൻ. ആ, അച്ചാച്ചന്റെ അനിയനാന്ന്. ഇല്ലല്ല, അച്ഛനോട് പറഞ്ഞാൽ മതി, കണ്ടു പറഞ്ഞാൽ മതി. പെട്ടെന്നാ പേര് ജഗദീശൻ. ജഗദീശൻ. അങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങോട്ട് വന്നിട്ടില്ലേ? അങ്ങോട്ട് വന്നില്ല. കല്യാണത്തിന് വന്നേ. നിങ്ങള് കണ്ടിട്ടുണ്ടാവും. അപ്പന്മാരെ കല്യാണം തോന്നുന്നു, നിന്റെ അമ്മയുടെ കല്യാണം തോന്നുന്നു. മിന്നൂസേ, ഈ അച്ചാച്ചന്റെ കുറച്ച് കുഞ്ഞതായ അച്ചാച്ചന്റെ കണ്ണും ഒരേതാണ്. കണ്ണൊരേതാ. ഇപ്പൊ പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഒരേ പോലെ ആയത്. അല്ല, ഭക്തി കുറച്ച് കൂടിപ്പോയി മിന്നൂന്. കുറിയോക്കറ അതിനെ എടുക്കേട്ടാ. ഏട്ടാ അതാ എടുക്കേതാ. അയ്യോ, ഇത് അച്ഛൻ്റെ ആൻറ്റീൻ്റെ ഭർത്താവല്ലേ? പാത്തനാണ്. ഇതാ കണ്ടില്ലേ, ഈ ആല് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ആലാണ്. ഈ ആലിൻ്റെ ചോട്ടിൽ തന്നെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ രീതിയിലാണ് പോകേണ്ടത്, ആദ്യം ഏതൊക്കെ അമ്പലങ്ങളാണ് സന്ദർശിക്കേണ്ടതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുളത്തിൻ്റെ അവിടെ ആണെങ്കിൽ ഇപ്പം വെള്ള അമ്പലമാണുള്ളത്.
ഇതാണ്ടില്ലേ നല്ല രീതിയിൽ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മീൻകുളം അമ്പലത്തിൻ്റെ പരിസരങ്ങളൊക്കെ. അപ്പം മക്കൾ പശുവിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പശുവിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് പിന്നെ പുല്ലെല്ലാം എടുത്ത് കൊടുക്കുന്നതുകൊണ്ടേരം ഞാൻ വെച്ചില്ല അവൾ പശുവിന് കൊടുക്കും. പശുവിൻ്റെ അടുത്ത് എത്തുന്ന പോലും ഇല്ല. ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കുഞ്ഞമ്പേനെ നോക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. കുഞ്ഞമ്പ ഓള് നല്ല പേടിച്ച് പോയെങ്കിൽ ഓളാടെ എത്തുമ്പം കുഞ്ഞമ്പ ആണ് എല്ലാ രീതിയിലും പേടിച്ചിട്ടുണ്ടായത്. കണ്ടില്ലേ, ഓള് പോകുമ്പോഴത്തേക്കെന്നെ പേടിച്ച് പറിച്ചു പാവങ്ങൾ. കാരണം അവർക്ക് മനസ്സിലായി ഇവളെ സ്വഭാവം എന്താണെന്ന് അവർക്ക് മനസ്സിലായിന്ന് തോന്നുന്നു. പിന്നെ ആ ഏട്ടൻ എന്തൊക്കെയോ അവളോട് പറയുന്നുണ്ട്, മോളെ ബാക്കിൽ ചാണകമുണ്ട് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മിന്നുവിന് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പിന്നെ കുറേ നേരം അവിടെ നിന്നില്ല. അവിടെ ഇനി കുറേ നേരം പോസ്റ്റിംഗ് ആയിട്ട് നിൽക്കേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് ചുറ്റിക്കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്നു. അപ്പം മുന്നിൽ തന്നെ നമ്മളെ സ്വാമിമഠം ഉണ്ട്. സ്വാമിമഠത്തിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്നതാണ്. ഇപ്പം നമ്മുടെ ഈ സ്വാമിമഠം ഇതാണ്. അധികം ഉച്ച സമയങ്ങളിലൊന്നും വരവില്ല ഇങ്ങോട്ട്, കാരണം അങ്ങനത്തെ പൊരിയുന്ന വെയിലല്ലേ. അപ്പം ഞാൻ വെച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സായ എല്ലാവരെയും ഒന്ന് കാണിക്കാം, നമ്മുടെ ഈ ഒരു അമ്പലത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊരി വെയിലത്ത് ഇങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഓർമ്മയിലുള്ളതെന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ഒരു സ്വാമി തപസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് ഐതിഹ്യം. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഐതിഹ്യമായി പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം പറഞ്ഞാൽ ചിലപ്പോൾ അത് അറിയാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ. പിന്നെ ഈ ഒരു അരുവി, ഈ ഒരു പൊരി വേനലിലും ഈ വറ്റാത്തൊരു ഈ ഒരു ഇതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വെള്ളം എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവലുണ്ട്. പിന്നെ കുറേ പക്ഷികളുണ്ടാവും. വ്യത്യസ്ത ഇനം പക്ഷികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പൊന്നും കൂടെ കയറി പശുവമ്പേനെ കളിപ്പിക്കാൻ കയറിയിട്ട് രണ്ടാളും കൂടെ. പൊന്നുവിന് പിന്നെ പണ്ടേ പേടിയായതുകൊണ്ട് പൊന്നു തൊടാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ പൊന്നുവിന് പറ്റില്ല. മിന്നു കൂളായിട്ട് മിന്നു തൊടും. മിന്നു പിന്നെ അത് പേടിച്ച് പോകുന്നേയില്ല. പിന്നെ ഓട്ടാണ്. മിന്നു പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല, അങ്ങനത്തെ ഓട്ടം ഓടിയിട്ടുണ്ട് അവൾ. പിന്നെ അവിടെ ആൾക്കാരുണ്ടായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അവൾ ഓടിയത് പായസം കുടിക്കാനായിരുന്നു. ആദ്യം ചോറ് കഴിച്ച സമയത്ത് പായസം കൊടുത്തേരം അവൾ കുടിച്ചിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് ജഗബുഗയാക്കിയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിന്നെ ഈ വെളിച്ചം എന്തൊക്കെയോ സംസാരിച്ചു. ഇങ്ങനെ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര കാര്യമാണ്. അപ്പം മിന്നു കുറച്ച് വികൃതിക്കുട്ടി ആയതുകൊണ്ട് മിന്നുവിനെ പ്രത്യേകിച്ച് അവർക്കൊരു കാര്യവും കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അണ്ണാരക്കണ്ണനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കാവിലേക്ക് പോകുന്നത്. കാവിൻ്റെ ഉള്ളിലെ വീഡിയോസൊന്നും ഇല്ല കേട്ടോ. അപ്പം നല്ല രീതിയിൽ ചുറ്റുമതിലൊക്കെ കെട്ടി നല്ല അതിമനോഹരമാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ മീൻകുളം അമ്പലം. അപ്പം നമ്മുടെ കണ്ണൂരുകാർ ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വരേണ്ട സ്ഥലം തന്നെയാണ് നമ്മുടെ മീൻകുളം അമ്പലം കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് കണ്ണാടിപ്പൊയിലിൽ നമ്മളെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ കുറേ നാളായി ഇപ്പം ഇങ്ങോട്ട് വരാത്തത്. മോട്ടർ ഇടാൻ ഇടയ്ക്ക് വരുന്നതാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് വരുന്നേ ഇല്ല. അപ്പം നമ്മൾ ഏതായാലും മീൻകുളം വന്നതല്ലേ, അപ്പം കണ്ണാടിപ്പൊയിൽ കയറിയിട്ട് വരാമെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കാട് പിടിച്ച് കിടക്കുന്ന അനാഥപ്രേതം പോലെ. അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് ഏതായാലും വൃത്തിയാക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചു. കുറേ വൃത്തിയാക്കി. അപ്പോൾ 2 വർഷം മുന്നേ ആയിരുന്നു ഇവിടെ ഇത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായത്. അപ്പം ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പൊടിയും നല്ല കച്ചറയായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ പുറത്താണെങ്കിൽ നമ്മൾ വെള്ളമടിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചു. പിന്നെ ഇങ്ങനെ വൃത്തിയായി കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സുഖം. കാരണം നമ്മൾ സ്വന്തം സ്ഥലം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വലിയൊരു ബംഗ്ലാവൊന്നും അല്ലെങ്കിലും നമുക്കൊരു വിഷമമല്ലേ ഒന്നുമില്ലെങ്കിലും. പിന്നെ തീ ഇട്ടിട്ടുണ്ടായിരുന്നു. തീ പാളിപ്പോയ സമയത്ത് എൻ്റെ പൊന്നോ, ഫയർഫോഴ്സിൻ്റെ വരവ് പോലും മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രക്കും ഒരു കാറ്റ് വന്നിട്ട് തീ എടുത്തേ പോയി. പിന്നെ നമ്മൾ നേരെ പോയത് വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. റിസപ്ഷൻ പരിപാടിക്ക് പോയി. അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര അങ്ങനെ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.